Hello everyone, it's me Faiz from AIMS Nagpur. So today we are going to start a new chapter number 13. Chapter number 13, oscillations. Okay, so നമുക്ക് എന്തെങ്കിലും ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല, നമ്മൾ ഡയറക്റ്റ് കടക്കാണ്. ഇതിൽ നമ്മൾ കാണേണ്ടത് ഫസ്റ്റ് വി ഹാവ് ടു ഡീൽ വിത്ത് periodic and oscillatory motion, difference between periodic and oscillatory motion. Next, we will go to simple harmonic motion, also known as SHM. അല്ലെ, SHM കാണണം. പിന്നെ നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആൻഡ് യൂണിഫോം സർക്കുലർ മോഷൻ, ഓക്കെ, അത് തമ്മിലുള്ള റിലേഷൻ പഠിക്കണം. നെക്സ്റ്റ്, വെലോസിറ്റി ആൻഡ് ആക്സലറേഷൻ ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ. സിമ്പിൾ SHM-ലെ വെലോസിറ്റി ആക്സലറേഷൻ കാണും. Next, force law for simple harmonic motion, energy in SHM, and last we will study simple pendulum. Okay, then we will do exercises. So ഞാൻ ആദ്യം എന്താണ് ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. സോ ഫസ്റ്റ് ഇമ്പോർട്ടന്റ് സബ് ടോപ്പിക് എന്ന് പറയുന്നത് പീരിയോഡിക് ആൻഡ് ഓസിലേറ്ററി മോഷൻ. പീരിയോഡിക് ആൻഡ് ഓസിലേറ്ററി മോഷൻ. സോ ഇതിലേക്ക് കടക്കും മുമ്പ് വാട്ട് ഈസ് പീരിയോഡിക് മോഷൻ ആൻഡ് വാട്ട് ഈസ് ഓസിലേഷൻ, അല്ലെ? എന്താണ് പീരിയോഡിക് മോഷൻ, എന്താണ് ഓസിലേഷൻ, നമ്മൾ കാണേണ്ടത്. എന്താണ് പീരിയോഡിക് മോഷൻ, എന്താണ് ഓസിലേഷൻ? ഓക്കെ, എന്താണ് പീരിയോഡിക് മോഷൻ? നോക്കിക്കോ, പീരിയോഡിക് മോഷൻ മീൻസ് പീരിയോഡിക് മോഷൻ. പീരിയോഡിക് മോഷൻ കൂടെ എന്താണ് മീൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ അതിന്റെ ഡെഫിനിഷൻ അവിടെ എഴുതാം. മോഷൻ വിച്ച് റിപ്പീറ്റ്സ് itself after equal intervals of time. After equal interval of time. That is called motion which repeats itself after equal interval of time. This is what periodic motion. അതാണ് എന്ത് പീരിയോഡിക് മോഷൻ എന്ന കൂടെ കാണാൻ പറ്റും. യെസ്, എൻസൈറ്റിൽ ബ്യൂട്ടിഫുള്ളി കൊടുത്തിട്ടുണ്ട് ഡെഫിനിഷൻ. എന്താണ് പീരിയോഡിക് മോഷൻ? എ മോഷൻ that repeats itself at regular intervals of time is called periodic motion. അതായത് a motion which repeats itself after equal interval of time അല്ലെങ്കിൽ regular interval of time. ഫോർ എക്സാമ്പിൾ, നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പീരിയോഡിക് മോഷൻ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ നമുക്ക് 3 figure 13.1 shows what examples of periodic motion. നമുക്ക് 13.1A, അതായത് ഫിഗർ എ നോക്ക്. എന്താണ് ഫിഗർ എ പറയുന്നത്? ഫിഗർ എയിലേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. എൻസൈറ്റിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഇഫ് എ ചൈൽഡ് ക്ലൈംസ് അപ്പ് എ സ്റ്റെപ്പ്, അതായത് ചൈൽഡ് എന്ത് ചെയ്യാണ്? സ്റ്റെപ്പ് കയറാണ്. ആൻഡ് കംസ് ഡൗൺ, ഒരു സ്റ്റെപ്പ് കയറി ഒരു സ്റ്റെപ്പ് താഴോട്ട് വന്നു. ആൻഡ് റിപ്പീറ്റ്സ് ദ പ്രോസസ് ഐഡന്റിക്കലി. അതായത് ചൈൽഡ് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒരു സ്റ്റെപ്പ് കയറുന്നു, ഒരു സ്റ്റെപ്പ് താഴെ വരുന്നു, ഒരു സ്റ്റെപ്പ് കയറുന്നു, ഒരു സ്റ്റെപ്പ് താഴെ വരുന്നു. ആൻഡ് റിപ്പീറ്റ് ദ പ്രോസസ് ഐഡന്റിക്കലി. ഇറ്റ്സ് ഹൈറ്റ് എബോവ് ദ ഗ്രൗണ്ട് വുഡ് ലുക്ക് ലൈക്ക് ദാറ്റ് ഇൻ ഫിഗർ 13.1B. ഓക്കെ, സോ ബി ആദ്യം ബി ആണ്. അതായത് നോക്കിക്കോ, ഹൈറ്റ്. അപ്പൊ നോക്ക്, ആദ്യം എന്താ സംഭവിക്കുന്നത്? ദിസ് ഈസ് ഹൈറ്റ്. നോക്കിക്കോ, അതായത് കണ്ട, ഇവിടുന്ന് എന്ത് ചെയ്തു? ഇത്രയും ഡിസ്റ്റൻസ് എന്ത് ചെയ്തു? കയറി, അല്ലേ? ഇതാണ് സ്റ്റെപ്പ്. എന്നിട്ടോ താഴോട്ടേക്ക് വന്നു. ഇനി ഒരു സർട്ടൻ ഇന്റർവൽ കഴിഞ്ഞിട്ടോ വീണ്ടും കയറി, കണ്ട, വീണ്ടും താഴോട്ടേക്ക് വന്നു. ദിസ് ഈസ് വി കാൻ കോൾ പീരിയോഡിക് മോഷൻ, അല്ലേ? ഇനി ഇത് നോക്ക്, it is like height above the ground versus time. Show some periodic motion. Suppose an insect climbs up a ramp and falls down. Okay, it comes back to the initial point and repeats the process identically. അതെന്താ ചെയ്യുന്നത്? ഇൻസെക്ട് ഒരു റാമ്പിൽ കയറുന്നു ആൻഡ് ഫാൾസ് ഡൗൺ. അങ്ങനെ റിപ്പീറ്റ് ചെയ്താണെങ്കിൽ അഗെയിൻ നമുക്ക് എന്ത് കിട്ടും? സെയിം പീരിയോഡിക് മോഷൻ. നോക്ക്, അല്ലെ കിട്ടുന്നില്ലേ? യെസ്, കയറി വന്നു. കറക്റ്റ് അല്ലേ? And these all are examples of periodic motion. And C diagram എന്താ പറയുന്നത്?
When you play the game of bouncing a ball off the ground between your palm and the ground, its height versus time graph would look like the C. കണ്ട ബൗൺസിങ് കണ്ട താഴത്തേക്ക് വന്നു മുകളിട്ട് പോയി, താഴത്തേക്ക് വന്നു മുകളിട്ട് പോയി. സി ദീസ് ഓൾ ആർ എക്സാമ്പിൾസ് ഓഫ് പീരിയോഡിക് മോഷൻ. ഓക്കെ, നമുക്ക് ന്യൂട്ടൺസ് ഇക്വേഷൻസ് ഓഫ് വെച്ചിട്ട് h is equal to ut plus half gt square പറയാം ഫോർ ഡൗൺവേർഡ് മോഷൻ. For upward motion, we can say is equal to ut minus half ut square because നമ്മൾ ഹൈറ്റ് മുകളിലോട്ട് എടുക്കുമ്പോൾ താഴോട്ടേക്ക് g നെഗറ്റീവ് എടുക്കണം. സിമ്പിൾ. So these are examples of periodic motion. എന്താണ് definition of periodic motion? A motion that repeat itself at a regular intervals of time is called periodic motion. അതായത് ഒരു റെഗുലർ ഇന്റർവെൽ കഴിഞ്ഞിട്ട് അതേ സെയിം പ്രോസസ്. അതായത് എന്ത് ചെയ്യുന്നു, ലൈക്ക് ഒരു ചൈൽഡ് ഒരു കോണി കയറുന്നു ഇറങ്ങുന്നു, ഒരു സർട്ടൻ പീരീഡിൽ വീണ്ടും കയറുന്നു ഇറങ്ങുന്നു, സർട്ടൻ പീരീഡ് കഴിഞ്ഞു കയറുന്നു ഇറങ്ങുന്നു. ലൈക്ക് റെഗുലർ ഇന്റർവെല്ലിൽ ഒരേ പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അതാണ് എന്ത് ആക്ച്വലി പീരിയോഡിക് മോഷൻ. എ മോഷൻ that repeats itself at a regular intervals of time is called periodic motion. And ഇതാണ് പീരിയോഡിക് മോഷൻ എങ്കിൽ വാട്ട് ഈസ് ഓസിലേറ്ററി മോഷൻ അല്ലെ? വാട്ട് ഈസ് ഓസിലേഷൻ? ദെൻ എന്താണ് ഓസിലേഷൻ? എന്താണ് ഈ പീരിയോഡിക് മോഷൻ ഓസിലേഷൻ തമ്മിലുള്ള വ്യത്യാസം? സി വാട്ട് ഈസ് ഓസിലേഷൻ? Oscillations are motion. So motion is refined as a periodic. നമുക്ക് എൻസൈഡ് ഡെഫിനിഷൻ നോക്കാം. നോക്കിക്കോ, എന്താണ് ഓസിലേഷൻ ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത്? യെസ്, നോക്കിക്കോ, ഓസിലേഷൻസ് വൈബ്രേഷൻ സെയിം മീനിങ് ആണ്. ഓസിലേഷൻസ് വൈബ്രേഷൻ സെയിം മീനിങ് ആണ്. സോ വി ക്യാൻ സേ ഫോർ ഓസിലേഷൻ, ഓസിലേഷൻ അല്ലെങ്കിൽ വൈബ്രേഷൻ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഓസിലേഷൻ അല്ലെങ്കിൽ വൈബ്രേഷൻ അല്ലേ, രണ്ടും നമുക്ക് യൂസ് ചെയ്യാം. Oscillation or vibration. Oscillation or vibration motion is defined as a periodic and bounded motion, a periodic and bounded motion of a body about a fixed point, about fixed point. Okay, fixed point ആണ് the oscillation's main principle, fixed point. Okay, ഇതില് സമ്മറിയിലേക്ക് പോയി നമുക്ക് കുറച്ചുകൂടി നല്ലൊരു ഡെഫിനിഷൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. That's why okay, emotion. Okay, oscillation is like simple. Fixed point വെച്ചിട്ട് എന്ത് ചെയ്യാണ്, സെയിം മോഷൻ റിപ്പീറ്റ് ചെയ്യുന്നതാണ് ആക്ച്വലി ഓസിലേഷൻ അല്ലേ? യെസ്. And what is simple harmonic? See, there is no significant difference between oscillation and vibration. Oscillation vibration വലിയ വ്യത്യാസമില്ല. എപ്പോഴാണ് നമുക്ക് ഓസിലേഷൻ വൈബ്രേഷൻ എന്ന് വിളിക്കാൻ പറ്റുക? If frequency is high means frequency high അതിന്റെ അർത്ഥം എന്താണ്? ടൈം പീരീഡ് വളരെ കുറവാണെങ്കിൽ അതായത് നമുക്ക് we call it vibration like the vibration of a string of a musical instrument അല്ലെ? മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റിന്റെ സ്ട്രിങ് എന്താണ് ആക്ച്വലി ചെയ്യുന്നത്? വൈബ്രേറ്റ് ചെയ്യാണ്. ഇറ്റ്സ് ആക്ച്വലി ഓസിലേഷൻസ് ഓൺലി. നമ്മൾ ഓസിലേഷൻസിന് എപ്പോഴാണ് വൈബ്രേഷൻസ് എന്ന് വിളിക്കുന്നത്? ഫ്രീക്വൻസി ഈസ് വെരി ഹൈ. ഓക്കെ, യെസ്. And what is simple harmonic motion or SHM? SHM is the simplest form of oscillatory motion. This motion arises when the force on the oscillating body is directly proportional to its displacement. നമ്മളിലേക്ക് വരും. So yes, നമുക്ക് എന്താണ് പീരിയഡ്, എന്താണ് ഫ്രീക്വൻസി, എന്താണ് ടൈം പീരിയഡോ, എന്താണ് ഫ്രീക്വൻസി എന്നിലേക്ക് കടക്കാം. ഓക്കെ, ഇനി കുറച്ച് ഇമ്പോർട്ടൻസ് പോയിന്റ്സ് നമുക്കിവിടെ പറയാൻ പറ്റും. എന്താണ് പോയിന്റ്സ്? ഒന്നാമത്തെ പോയിന്റ്സ്, every oscillatory motion is periodic. Every oscillatory motion is periodic. Every oscillatory motion is periodic. കറക്റ്റ് അല്ലേ? എല്ലാ ഓസിലേറ്ററി മോഷനും എന്താണ്? പീരിയോഡിക് ആണ്. ബട്ട് റിവേഴ്സ് ഈസ് നോട്ട് ട്രൂ. എല്ലാ പീരിയോഡിക് മോഷനും ഓസിലേറ്ററി മോഷൻ അല്ല അല്ലെ? എല്ലാ പീരിയോഡിക് മോഷനും ഓസിലേറ്ററി മോഷൻ അല്ല. ബട്ട് എല്ലാ ഓസിലേറ്ററി മോഷനും എന്താണ്? പീരിയോഡിക് മോഷൻ ആണ്. എക്സാമ്പിൾ നമുക്ക് പറയുകയാണെങ്കിൽ നമുക്ക് എടുക്കാം ഏത്? സർക്കുലാർ മോഷൻ അല്ലെങ്കിൽ മോഷൻ ഓഫ് പ്ലാനറ്റ്സ്
motion of planets around the sun. Motion of planets around the sun. നമ്മൾ എക്സാമ്പിൾ ആക്കി എടുക്കുകയാണെങ്കിൽ സി സർക്കുലർ മോഷൻ അല്ലെങ്കിൽ മോഷൻ ഓഫ് പ്ലാനറ്റ്സ് അറൌണ്ട് ദ സൺ ഈസ് എ പീരിയോഡിക് മോഷൻ. ഈസ് എ പീരിയോഡിക് മോഷൻ but not oscillatory. But not oscillatory. Because the basic concept of to and fro motion. To and fro motion ആണ് actually. To and fro motion ആണ്. To and fro motion about the mean position. സിമ്പിൾ ആണ്. എന്താണ് ഉദ്ദേശിക്കുന്നത് നോക്കിക്കോ. അതായത് സപ്പോസ് ഇത് സണ്ണാന്ന് വിചാരിച്ചോ, ഇതിന് ചുറ്റും എന്ത് ചെയ്യുന്നുണ്ട്, പ്ലാനറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നില്ലേ? യെസ്. പ്ലാനറ്റ്സ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ എത്തിയല്ലേ. ഒരു സർട്ടൻ ടൈം ഇന്റർവെൽ കഴിഞ്ഞാൽ വീണ്ടും ഈ മോഷൻ റിപ്പീറ്റ് ചെയ്യും. ബട്ട് സോ നമുക്ക് ഇതിനെന്ത് പീരിയോഡിക് മോഷൻ എന്ന് വിളിക്കാം അല്ലേ. മോഷൻ റിപ്പീറ്റ്സ് ഇറ്റ്സെൽഫ് ആഫ്റ്റർ റെഗുലർ ഇന്റർവെൽ ഓഫ് ടൈം. ഇറ്റ്സ് നോട്ട് ഓസിലേറ്ററി. Oscillatory is actually to and from motion about a fixed mean position. It is not oscillatory motion. Okay. So every oscillatory motion is periodic, but not every periodic motion is oscillatory. Okay. Correct അല്ലേ? Yes. നമുക്ക് നോക്കാം എന്താണ് പീരിയഡ്, എന്താണ് ഫ്രീക്വൻസി. വാട്ട് ഇസ് പീരിയഡ് ആൻഡ് ഫ്രീക്വൻസി. വാട്ട് ഈസ് പീരിയഡ്? എന്താണ് പീരിയഡ് കൊണ്ട് മീൻ ചെയ്യുന്നത്? എന്താണ് പീരിയഡ്? സിമ്പിൾ ആണ്. The smallest interval of time after which the motion is repeated is called its period. അതായത് smallest interval of time after which the motion is repeated is called its period. സിമ്പിൾ അല്ലേ? ആ ഡെഫിനിഷൻ തന്നെ എന്തുണ്ട്, അതിന്റെ മീനിങ് ഉണ്ട്. അതായത് സ്മോളസ്റ്റ് ഇന്റർവൽ ഓഫ് ടൈം ആഫ്റ്റർ വിച്ച് ദ മോഷൻ ഇസ് റിപ്പീറ്റഡ്. കറക്റ്റ്, ഈസി. നമുക്ക് പീരിയഡിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ ഡി ഉപയോഗിച്ചിട്ടാണ്, ടി. And the SI unit is second. For periodic motion which are either too fast or too slow on the scale of seconds, other convenient units of time are used. Okay, the period of vibrations of a quartz crystal is expressed in terms of microseconds. Okay, for microseconds we use GM. Okay, that's all. And what is frequency? Frequency is simple. Reciprocal of T gives the number of repetitions that occur per unit time. This quantity is called the frequency of periodic motion. So what is frequency? Reciprocal of T. What is frequency? Frequency is reciprocal of T. Frequency represented as mu, but I'm representing like F because that is convenient to use. So see, the frequency is equal to 1 upon time period. So frequency the unit and 1 upon time period, 1 upon second. That is second inverse. Okay, after the discovery of radio waves, നമുക്ക് ഇതിനെ special name has been given to the unit of frequency, that is hertz. അല്ലെ, ഫ്രീക്വൻസിയുടെ special unit എന്താണ് actually hertz. Yes. Okay, so 1 hertz we can write 1 hertz is equal to 1 second inverse. Simple as that. Yes. So like, okay, അടുത്ത് നമുക്ക് എന്ത് കാണാം? ഡിസ്പ്ലേസ്മെന്റ് കാണാം. What is mean by displacement? എന്താണ് ഡിസ്പ്ലേസ്മെന്റ് കൊണ്ട് മീൻ ചെയ്യുന്നത് നോക്കിക്കോ. ഡിസ്പ്ലേസ്മെന്റ് ഈസ് സിമ്പിൾ. അതായത് ആക്ച്വലി ഇവിടെ ഈ ഫിഗർ നോക്ക്, ഫിഗർ 13.2a നോക്ക്. We have a block attached to a spring. The other end of which is fixed to a rigid wall. Okay. The block moves on a frictionless surface. The motion of the block can be described in terms of distance or displacement x from the equilibrium position. അതായത് ആദ്യം ബോക്സ് ഇവിടെ ഉണ്ടായിരുന്നത് അല്ലെ, അത് എക്സ് ഡിസ്റ്റൻസ് എന്ത് ചെയ്തു, മൂവ് ചെയ്തു, എക്സ് ഡിസ്പ്ലേസ്മെന്റ് സംഭവിച്ചു, ഇവിടത്തേക്ക് മാറി. ദാറ്റ് ഇസ് വാട്ട് ഡിസ്പ്ലേസ്മെന്റ് കോൾഡ്. എത്ര മൂവ് ചെയ്തു. ഇനി ഒരു സിമ്പിൾ പെൻഡുലം, ഓസിലേറ്റിംഗ് സിമ്പിൾ പെൻഡുലം പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് പറയേണ്ടിരുന്നത് തീറ്റ. എത്ര തീറ്റ എന്ത് ചെയ്തു, ഇത് പോയി. എത്ര തീറ്റ. ഇനിയിപ്പോ സപ്പോസ് ഇവിടെയാണ് ഉള്ളതെങ്കിലോ ദിസ് മച്ച് തീറ്റ ഡാഷ് അത് പോയി. ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആണ് നമ്മൾ സിമ്പിൾ പെൻഡുലത്തിന്റെ കേസിൽ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഡിസ്പ്ലേസ്മെന്റിന് ഡിസ്പ്ലേസ്മെന്റിന് കുറെ വേരിയബിൾസ് ഉണ്ടാവും അല്ലെ.
There can be many other kinds of displacement variable. ഇവിടെ നമ്മൾ എന്താ കണ്ടു? ഇപ്പോ നമ്മൾ തീറ്റ കണ്ടു, ആംഗിൾ കണ്ടു, ഡിസ്പ്ലേസ്മെന്റ്, പ്രോപ്പർ ഡിസ്റ്റൻസ് കണ്ടു. The voltage across a capacitor changing with the time in an AC circuit is also a displacement variable. Voltage across capacitor is also a displacement variable. Pressure variations in time in the propagation of sound wave, again displacement variable. Changing electric and magnetic field in a light wave are examples of displacement variables in different context. Okay, so in general, a displacement can be represented by a mathematical function of time. നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ഒരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ഓഫ് ടൈം ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇൻ കേസ് ഓഫ് പീരിയോഡിക് മോഷൻ, ദിസ് ഫംഗ്ഷൻ ഈസ് പീരിയോഡിക് ഇൻ ടൈം. വൺ ഓഫ് ദ സിംപ്ലസ്റ്റ് പീരിയോഡിക് ഫംഗ്ഷൻസ് ഇസ് ഗിവൺ ബൈ എ കോസ് ഒമേഗ ടി. Omega t is increased by an integral multiple of 2 pi radians. The value of the function remains the same. Okay. So that's the basic simple periodic function. Simplest periodic function. നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് പറയാനുള്ള simplest function എന്താണ്? A cos omega t. And t, capital T, time period capital T, we can represent it 2 pi by omega. So A cos omega t and capital T is equal to 2 pi by omega, or we can also write as omega is equal to 2 pi by t. This is actually 2 pi into 1 upon t. That is actually 2 pi f. Okay. Yes. The same result is obviously correct if we consider the sine function. നമ്മൾ ഇവിടെ കോസ് ഫംഗ്ഷൻ അല്ല യൂസ് ചെയ്തത്, നമുക്ക് സെയിം സൈൻ ഫംഗ്ഷനും യൂസ് ചെയ്യാം. ലൈക്ക് എ സൈൻ ഒമേഗ ടി വി ക്യാൻ യൂസ്. എനിയോ ഇഫ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് സൈൻ ആൻഡ് കോസൈൻ ഫംഗ്ഷൻസ് ലൈക്ക് എ സൈൻ ഒമേഗ ടി പ്ലസ് ബി കോസ് ഒമേഗ ടി, ഓക്കെ, ലീനിയർ കോമ്പിനേഷൻ വന്നാലോ is also a periodic function in which the same period t, where taking a equal to d cos phi and b equal to d sin phi. So we can write d sin omega t plus phi. Here d and phi are constantly given by yes. So എന്താണ് പറയുന്നത്? So a sin omega, a cos omega t is a periodic function അല്ലേ? ഒന്നാമത് നമ്മൾ നോക്കേണ്ടത് ഒന്നാമത്തെ പോയിന്റ് എന്താണ്? A cos omega t is a periodic function. ഒന്നാമത്തെ പോയിന്റ് നമ്മൾ നോക്കേണ്ടത് A cos omega t is a periodic function. A cos omega t is a periodic function and then the time period given t is equal to 2 pi upon omega. രണ്ടാമത്തെ എന്താണ് പറഞ്ഞത്? A sin omega t is also a periodic function അല്ലേ? സൈൻ ഒമേഗ ടിയും എന്താണ്? എ പീരിയോഡിക് ഫംഗ്ഷൻ ആണ്. സൈൻ ഒമേഗ ടി നമുക്ക് എന്താ പറയാൻ പറ്റും? സൈൻ ഒമേഗ ടിയും ഒരു പീരിയോഡിക് ഫംഗ്ഷൻ ആണ്. അഗൈൻ ഒരു ടൈം പീരീഡ് എന്തിന്? ടി ഈസ് ഈക്വൽ ടു 2 പൈ ബൈ ഒമേഗ. ഇനി മൂന്നാമത്തെ എന്താണ്? അതാണ് വെരി ഇമ്പോർട്ടന്റ്, ലീനിയർ കോമ്പിനേഷൻ. ദാറ്റ് ഈസ് എ സൈൻ ഒമേഗ ടി പ്ലസ് ബി cos omega t. A sin omega t plus b cos omega t. Okay. A sin omega t plus b cos omega t. ഇത് നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റും? ഇങ്ങനെ മാറ്റി എഴുതണം. എങ്ങനെ? d sin omega t plus phi. d sin omega t plus phi. d sin omega t plus phi. Where d എന്താ വരുന്നത്? D will be equal to root of a square plus b square, and phi will be equal to tan inverse of b upon a. Tan inverse of b upon a. Okay, easy. And is also a periodic function. ഇതും എന്ത് തന്നെയാണ്? a periodic function തന്നെയാണ്. Also a periodic function. Where നമുക്ക് a sin omega t plus b cos omega t എങ്ങനെ എഴുതണം? d sin omega t plus phi, or d is root of a square plus b square, and phi is tan inverse of b upon a. See, ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് സ്റ്റേറ്റ്മെന്റ് ഗിവൺ ആണ്. എന്താണ്? Any periodic function can be expressed as a superposition of sine and cosine function different time periods with suitable coefficient.
നമുക്കിവിടെ എക്സാമ്പിൾ നോക്കിക്കോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫങ്ഷൻസ് ഓഫ് ടൈം റെപ്രസെന്റ് എ പീരിയോഡിക് നോൺ. ഇതിൽ നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ആരൊക്കെയാണ് പീരിയോഡിക്, ആരൊക്കെയാണ് നോൺ പീരിയോഡിക്? ഒന്നാമത്തത് സൈൻ ഒമേഗ ടി പ്ലസ് കോസ് ഒമേഗ ടി. ഒന്നാമത്തതാണ് സൈൻ ഒമേഗ ടി പ്ലസ് കോസ് ഒമേഗ ടി. ഒന്നാമത്തെ നമുക്ക് എഴുതാം. ഒന്നാമത്തത് എന്താണ്? സൈൻ ഒമേഗ ടി പ്ലസ് കോസ് ഒമേഗ ടി. സൈൻ ഒമേഗ ടി പ്ലസ് കോസ് ഒമേഗ ടി. സൈൻ ഒമേഗ ടി പ്ലസ് കോസ് ഒമേഗ ടി. We know that this is a periodic motion. കറക്റ്റ് അല്ലേ? സൈൻ ഒമേഗ ടി പ്ലസ് കോസ് ഒമേഗ ടി ഇസ് എ പീരിയോഡിക് ഫംഗ്ഷൻ. ഇങ്ങനെ എഴുതാം ഇതിനെ, ഇങ്ങനെ ഈ ഫോമിലെ മാറ്റി കൂടെ ഡി സൈൻ ഓഫ് ഒമേഗ ടി പ്ലസ് ഫൈ അല്ലേ. ആൻഡ് വേർ ഡി വിൽ ബി റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇവിടെ എ എന്താണ്? എ ആക്ച്വലി 1 ആണ്, ബി ആക്ച്വലി എന്താണ്? 1 ആണ്. സോ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ദാറ്റ് ഈസ് റൂട്ട് 2. സോ ഡി ഈസ് റൂട്ട് 2 ആൻഡ് ഫൈ വി നോ ദാറ്റ് tan inverse of b upon a. So here is actually tan inverse of 1. Tan inverse of 1 means tan inverse 45 degree, that is pi by 4. നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ മാറ്റി എഴുതാടാ? സൈൻ റൂട്ട് 2 സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ 4. റൂട്ട് 2 സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ 4 അല്ലേ. ആ ഇക്വേഷൻ അങ്ങനെ മാറ്റി എഴുതി കൂടെ? റൂട്ട് 2 സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ 4. യെസ്, കണ്ടോ? ഇങ്ങനെ മാറ്റി എഴുതാൻ കണ്ട? റൂട്ട് 2 സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ 4. യെസ്. ഇനി ആക്ച്വലി നമുക്ക് എന്താണ് കാണേണ്ടത്? പീരിയോഡിക് ടൈം ഓഫ് ദ 2π ബൈ ഒമേഗയുടെ ഫംഗ്ഷൻ ആണ് മനസ്സിലാവുന്നത്. അത് നമുക്ക് എങ്ങനെ ചെയ്യാം? ഇത് നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. ഇതിനെ റൂട്ട് 2 സൈൻ ഒമേഗ ടി പ്ലസ് 5 നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? റൂട്ട് 2 സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ 4 പ്ലസ് 2π. കറക്റ്റ് അല്ലേ? യെസ്. ഇറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 2 സൈൻ. സോ നമുക്ക് എന്താ കിട്ടി? 2π ബൈ ഒമേഗയുടെ ടേംസിൽ കിട്ടി. ഇനി രണ്ടാമത്തത് നോക്കിയോ. സൈൻ ഒമേഗ ടി പ്ലസ് കോസ് ടു ഒമേഗ ടി പ്ലസ് സൈൻ 4 ഒമേഗ ടി. This is an example of periodic motion. Again, that is also example of periodic motion. മൂന്നാമത്തത് ആയിരിക്കത്തില്ല. Yes, not periodic. This is not periodic. ഇതും not periodic. Correct അല്ലേ? Yes. So നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്താണ്? Any periodic function can be expressed as a superposition of sine and cosine function. Okay, so ഇത് രണ്ടും എന്താണ്? പീരിയോഡിക് മോഷനെ റെപ്രസെന്റ് ചെയ്യുന്ന ഫംഗ്ഷൻസ് ആണ്. ഓക്കെ, ഇനി നമ്മൾ എന്തിലേക്ക് വരികയാണ്? സിമ്പിൾ ഹാർമോണിക് മോഷനിലേക്ക് കിടക്കുകയാണ്. വാട്ട് ഈസ് മീൻ ബൈ സിമ്പിൾ ഹാർമോണിക് മോഷൻ? സോ നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷനിലേക്ക് കിടക്കുകയാണ്. നോക്കിക്കോ, എന്താണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ കൊണ്ട് മീൻ ചെയ്യുക? സിമ്പിൾ ഹാർമോണിക് മോഷൻ ബേസിക് ഡെഫിനിഷൻ ഉണ്ട്. എന്താണ്? നോക്കിക്കോ. യെസ്. See, in a simple harmonic motion, the displacement x of a particle from its equilibrium position is given by x is equal to a cos omega t plus phi, in which a is the amplitude of the displacement. Quantity omega t plus phi is the phase of the motion and phi is the phase constant. Okay. സോ നമുക്ക് സിമ്പിൾ ഹാർമോണിക് മോഷൻ SHM-ൽ നമുക്ക് ഡിസ്പ്ലേസ്മെന്റിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? സിമ്പിൾ ഹാർമോണിക് മോഷൻ നമുക്ക് ഡിസ്പ്ലേസ്മെന്റിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? x is equal to a cos omega t plus phi, where equation of x is equal to a cos omega t plus phi. X is equal to a cos yes. Okay. ഇങ്ങനെ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് എന്ത് ചെയ്യാം? x is equal to, so for a simple harmonic motion, displacement x is given by as a function of time is given by a cos omega t plus phi, a cos omega t plus phi. Where x is displacement x as a function of time t, a is amplitude, omega is angular frequency, omega t plus phi is phase, and phi is phase constant. Okay, ഇവിടെ നമ്മുടെ
കരണ്ടത് ഈ ഒമേഗ ടി പ്ലസ് 5 ടേം എന്താണ്? ഇതിനാണ് നമുക്ക് ഫേസ് എന്ന് വിളിക്കാൻ പറ്റും. And what is this phi called? Phi is actually phase constant and A is എന്താണ്? Amplitude. Amplitude. What is omega? Omega is angular frequency. Angular frequency. What is X? X is displacement. X is displacement. X is displacement. Okay, yes. Which of the following functions of time represent a simple harmonic motion? And B, periodic but not simple harmonic. Give the period for each case. ഒന്നാമതാണ് sin omega t minus cos omega t. So sin omega t minus, okay, എനിക്ക് cos omega t എങ്ങനെ എഴുതാം? sin of pi by 2 minus omega t എന്ന് എഴുതാം. So okay, sin a minus sin b ഫോർമാറ്റിലേക്ക് മാറ്റാം. നമുക്ക് ലാസ്റ്റ് നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഈ ഫോർമാറ്റിലേക്ക് നമുക്ക് കിട്ടി √2 sin omega t minus pi by 4. Okay, ഈ ടേമിനകത്ത് നമുക്ക് കിട്ടി. This function represents a simple harmonic motion having a time period 2 pi by omega and a phase angle minus pi by 4 or 7 pi by 4. Correct അല്ലേ? Yes. Yes. ഇനി അടുത്ത രണ്ടാമത്തത് sin square omega t. Sin square omega t I can write half minus half cos omega t, half cos 2 omega t. The function is periodic having a period is equal to pi by omega, and it also represents a harmonic motion with the point of equilibrium occurring at half instead of 0. Okay, yes. അടുത്ത നമുക്ക് velocity and acceleration in simple harmonic motion അത് കാണണം. So actually basically പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് കണ്ടു? ഇക്വേഷൻ കണ്ടില്ല, x is equal to a cos omega t plus 5. സോ അതിന് കുറച്ച് കൂടുതൽ അപ്ലിക്കേഷൻസിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? കിടക്കാം. ഓക്കെ, ഒന്നാമത്തെ സിനാരിയോ എന്ന് പറയാം. ഒന്നാമത്തെ സിനാരിയോ ആക്ച്വലി എന്താണ്? ഒന്നാമത്തെ സിനാരിയോ എന്ന് പറയുന്നത് ഈ മോഷൻ സ്റ്റാർട്ട്സ് ഫ്രം മീൻ then എന്തായിരിക്കും ഇനീഷ്യൽ ഫേസ് ആൻഡ് ഇക്വേഷൻ ഓഫ് സിസ്റ്റം. ഓക്കെ, then ഇതിനു മുമ്പ് നമുക്ക് എന്ത് പറയാൻ പറ്റും? സിംപിളി നമുക്ക് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ എൻസൈറ്റിൽ കൊടുത്തിട്ടുണ്ട് സി, ഇങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അതായത് മീൻ പൊസിഷൻ വെച്ചിട്ട് നമുക്ക് സിമ്പിൾ ഹാർമോണിക് മോഷനെ റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഇത് പ്ലസ് ഇതോ മൈനസ് അല്ലെ, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് മൂവ് ചെയ്ത് ടു ആൻഡ് ഫ്രോ മോഷൻ ആണ്. ഓക്കെ, കറക്റ്റ് അല്ലേ? യെസ്. മോഷൻ സ്റ്റാർട്ട്സ് ഫ്രം മീൻ എന്നാണ് എന്ത് ചെയ്യുന്നത്? മോഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ എഴുതാം, എനിക്ക് ഇങ്ങനെ എഴുതാം. നമ്മുടെ മെയിൻ ഇക്വേഷൻ എന്താണ്? x cos omega t or a sin anything, a sin omega t plus 5 അല്ലെ? മീൻ എന്നാണ് എന്ത് ചെയ്യുന്നത്? സ്റ്റാർട്ട് ചെയ്യുന്നത്. വാട്ട് ഈസ് മീൻ ബൈ മീൻ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാൽ ഇതാണ് നമ്മുടെ ലൈൻ അല്ലെ? ഇത് പ്ലസ് എ, ഇതോ മൈനസ് എ, ഇതാണ് നമ്മുടെ മീൻ. ഓക്കെ, ഇത് നമ്മുടെ മീൻ. മീൻ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാൽ ടൈം ഈക്വൽ ടു 0 പാർട്ടിക്കിൾ ഇവിടെ ഉണ്ട്. അതായത് മീൻ പൊസിഷനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മീൻ പൊസിഷനിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ടൈം ഈസ് ഈക്വൽ ടു 0. വി ക്യാൻ സേ ഡിസ്പ്ലേസ്മെന്റ് ഈസ് 0. കറക്റ്റ് അല്ലേ? മീൻ പൊസിഷനിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ടൈം 0 ആകുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും? ഓക്കെ, സോ എങ്ങനെ എഴുതാം? t is equal to 0, ഡിസ്പ്ലേസ്മെന്റ് ഈസ് 0. സോ ഈ ക്വസ്റ്റൻ നമുക്ക് ഇങ്ങനെ sin omega t sin 5. Correct അല്ലേ? That means 0 equal to a sin 5. That means what? Sin 5 equal to 0. Sin 5 എപ്പോഴാണ് 0 ആവുന്നത്? Sin തീറ്റ എപ്പോഴാണ് 0 ആവുന്നത്? തീറ്റ 0 ആവുമ്പോ. So നമുക്ക് ലാസ്റ്റ് ഈ മോഷൻ x is equal to a sin t. കറക്റ്റ് അല്ലേ? യെസ്. ഇത് if a motion starts from mean.
ഓക്കെ, ഒരു മോഷൻ മീനിന്ന് സ്റ്റാർട്ട് ചെയ്തല്ല കണ്ടീഷൻ ആണ്. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ നമുക്ക് നോക്കാം. രണ്ടാമത്തെ കണ്ടീഷൻ ഇഫ് മോഷൻ സ്റ്റാർട്ട്സ് എങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം? എക്സ്ട്രീം പോയിന്റ് എന്നാണ് മോഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാൽ, അതായത് മോഷൻ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു? സി എക്സ്ട്രീം പോയിന്റ്. അതായത് മോഷൻ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്? എക്സ്ട്രീം പോയിന്റ് ഉണ്ട്. നമുക്ക് പിക്ടോറിക്കലി നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും, മോഷൻ എക്സ്ട്രീം എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. That is, this is our one amplitude plus a, this is minus a, this is the main position. അതായത് മോഷൻ എക്സ്ട്രീം എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നെന്ന് പറഞ്ഞാൽ ടൈം t equal to 0 പാർട്ടിക്കിൾ ഇവിടെയാണ് ഉള്ളത്. പാർട്ടിക്കിൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് വരുന്നത്. ദാറ്റ് ഈസ് വാട്ട് ഇഫ് മോഷൻ സ്റ്റാർട്ട്സ് ഫ്രം എക്സ്ട്രീം. നമുക്കൊന്ന് പറയാൻ പറ്റും, നമ്മളെ ക്വസ്റ്റൻ എഴുതാം. ഇക്വേഷൻ എന്താണ്? x is equal to a sin omega t plus phi. ഓക്കെ, ടൈം t equal to 0 എന്താണ് ഇവിടെ? x is equal to a അല്ലെ? ടൈം t equal to 0 ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? ആക്ച്വലി ആംപ്ലിറ്റ്യൂഡ് അല്ലെ, a അല്ലേ? സോ നമുക്ക് a is equal to a sin omega t plus phi എന്ന് എഴുതാൻ പറ്റും. a ക്യാൻസൽ ആയി. സോ ദാറ്റ് ഇസ് ആക്ച്വലി 1 is equal to sin omega t plus phi. എപ്പോഴാണ് 1 ആവുന്നത്? pi by 2. pi by 2. So you can write pi by 2 is equal to omega t. Wait. T0 അവിടെ T0 ആവത്തില്ലേ? T0. Yes. So terms കാണത്തില്ല, ഈ ടേം കാണില്ല. ഓക്കെ, T എന്താണ്? 0 ആവത്തില്ലേ? So phi. So you can say phi is equal to pi by 2. So ഇക്വേഷൻ മാറ്റിയതാണെങ്കിൽ എങ്ങനെ എഴുതാം? a sin omega t plus pi by 2. സെയിം സിനാരിയോസ് തന്നെ. എന്റെ ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ കോസിന്റെ ഫോമിലാണെങ്കിലോ a cos omega t plus phi ഈ ഫോമിൽ ആയിരുന്നെങ്കിലോ സിമ്പിൾ. ഒന്നാമത്തെ കേസിൽ എന്തായിരുന്നു? മോഷൻ സ്റ്റാർട്ട്സ് ഫ്രം മീൻ പൊസിഷൻ അല്ലേ? അതായത് ടൈം t 0 ആയിരിക്കുമ്പോൾ x 0. സോ കൊടുത്താൽ 0 equal to a cos phi. That is cos phi is 0 means phi is pi by 2. നമ്മൾ ഇക്വേഷൻ എങ്ങനെ മാറും? x is equal to a cos omega t plus pi by 2 കോസിന്റെ ടേമിലാണെങ്കിൽ അല്ലെ? ഇനി ഇവിടെ കോസിന്റെ ടേമിലാണെങ്കിലോ ഇക്വേഷൻ എങ്ങനെ മാറും? a cos omega t plus phi. ഇവിടെ മോഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എക്സ്ട്രീം എന്നാണ്. സോ ആംപ്ലിറ്റ്യൂഡ് a is equal to a cos omega t plus phi. കറക്റ്റ് അല്ലേ? a cos omega t plus phi, that is 1 is equal to cos of phi. 1 is equal to cos phi. That means cos phi എപ്പോഴാണ് 1 ആവുന്നത്? 0. So phi 0 means അങ്ങനെ നമുക്ക് ഇങ്ങനെ ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെ മാറ്റാം? ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ എങ്ങനെ എഴുതാം നമുക്ക്? x is equal to a cos omega t. കറക്റ്റ് അല്ലേ? കണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് വേരിയബിൾ ഒന്നുണ്ടാ ഇവിടെ കണ്ട. സി ഈസി. യെസ്, അതാണ് നമ്മൾ രണ്ടാമത്തെ സിനാരിയോ. മൂന്നാമത്തെ സിനാരിയോ വരുന്നത് നമുക്ക് പറയാൻ പറ്റും, if motion starts from x is equal to plus a by 2. ആംപ്ലിറ്റ്യൂഡിന്റെ ഹാഫ് എന്നാണ് മോഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിലോ അവിടെ നമുക്ക് സിമ്പിൾ ഇക്വേഷൻ x is equal to a by 2 എന്ന് കൊടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സോൾവ് ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ, ഈസി അല്ലേ? ഈസി. യെസ്. നമുക്ക് എന്ത് കാര്യം നോക്കാനല്ലോ ഇവിടെ വല്ല? യെസ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ കാര്യം നോക്കിക്കോ. The location of the particle in SHM at the discrete values നമുക്ക് നോക്കാം. ഓക്കെ, ടൈം t equal to 0, ടൈം t equal to t by 4, ടൈം t equal to t by 2, ടൈം t equal to 3t by 4, and time t equal to 5t by 4. T will remain fixed no matter what location you choose at the initial t is equal to 0 location. Speed is maximum for 0 displacement, x is equal to 0 and 0 at the extreme of position. എന്താണ് ഉദ്ദേശിക്കുന്നത്? സിമ്പിൾ ആണ്. അത് നോക്കിക്കോ, നമുക്ക് നോക്കാൻ പറ്റും. നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? നോക്കിക്കോ, പിക്ചോറിക്കലി ഞാൻ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാം? ഇതാണ് സോറി, ഞാനൊരു സ്ട്രൈറ്റ് ലൈൻ വരക്കട്ടെ. സ്ട്രൈറ്റ് ലൈൻ, ലെറ്റ് മീ ഡ്രോ എ സ്ട്രൈറ്റ് ലൈൻ. ഓക്കെ, one end. Okay, this is plus a and this is minus a.
and this is mean position. Okay, this is mean position. Okay, that is mean position. So simple ആണ്. ടൈം പീരീഡ് ടി എന്നാണ് മീൻ ചെയ്യുന്നത്. അതായത് ഞാനിപ്പോ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വെച്ചാൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, പാർട്ടിക്കിൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, പാർട്ടിക്കിൾ ഇവിടെ എത്തി, ആൻഡ് പാർട്ടിക്കിൾ അഗെയിൻ ഇവിടെ എത്തി, പാർട്ടിക്കിൾ അഗെയിൻ ഇവിടെ എത്തി, ആൻഡ് പാർട്ടിക്കിൾ അഗെയിൻ ഇവിടെ എത്തി. സോ ഈ ഫുള്ള് മോഷൻ എടുക്കുന്ന ടൈമാണ് ആക്ച്വലി എന്ത്, ടൈം പീരീഡ് ടി. ഇനി എങ്ങനെ നമുക്ക് ടൈം പീരീഡ് ടി, അതായത് ഒന്നാമത്തെ കേസ് ഞാൻ പറയുന്നത് പാർട്ടിക്കിൾ മീൻ പൊസിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് എവിടെ എത്തി, ഒരു എക്സ്ട്രീം പൊസിഷനിലെത്തി. ഓക്കെ, അതാണ് കണ്ടീഷൻ. ഓക്കെ, ഫേസ് ഡിഫറൻസ് ഒന്നും ഇല്ല. സോ നമുക്ക് സൈനിലേക്ക് പോകണമെങ്കിൽ സൈൻ ഫംഗ്ഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ മോഷൻ സ്റ്റാർട്ട്സ് ഫ്രം മീൻ ആണെങ്കിൽ ഇതിൽ യൂസ് ചെയ്യേണ്ടത് എക്സ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി. സോ ആ ഇക്വേഷൻ യൂസ് ചെയ്യുന്നത് എക്സ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി അല്ലേ. ഇവിടെ ഞാൻ എന്താ, ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്, ഇവിടുന്ന് തുടങ്ങി ഇവിടെ എത്തി. ഡിസ്പ്ലേസ്മെന്റ് ആംപ്ലിറ്റ്യൂഡ് എ തന്നെയാണ്. എ ഇസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി. സോ 1 is equal to സൈൻ ഒമേഗ ടി. So omega t is equal to pi by 2. Omega is equal to pi by 2. And we know that omega is what? 2 pi upon t. So I can write 2 pi by upon t into t is equal to pi by 2. Pi cancel, or t comes out as t by 4. So t എത്ര വന്നു, t by 4. അതായത് ഇവിടുന്ന് ഇവിടെ എത്താൻ എടുത്ത ടൈം എത്രയാണ്, t by 4. സിമിലർലി നമുക്ക് ഇവിടുന്ന് ഇവിടെ എത്താൻ എത്ര ടൈം എടുത്തു എന്ന് കാണാം, ഇവിടുന്ന് ഇവിടെ എത്ര ടൈം. സോ അത് കാണുമ്പോൾ നമ്മൾ ഇക്വേഷൻ മാറ്റണം. കാരണം എന്താണ്, ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എക്സ്ട്രീം പൊസിഷനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ എക്സ്ട്രീം പൊസിഷനിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഏത് ഇക്വേഷൻ കൊടുക്കണം, ഇഫ് മോഷൻ സ്റ്റാർട്ട് ഫ്രം എക്സ്ട്രീം പൊസിഷൻ നമുക്ക് എ സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ 2 കൊടുക്കണം. അല്ലെങ്കിൽ നമുക്ക് കോസിലേക്ക് മാറ്റുകയാണെങ്കിൽ ജസ്റ്റ് എ കോസ് ഒമേഗ ടി. സോ ഞാൻ കോസിൽ കാണാം. സോ രണ്ടാമത്തെ സിനാരിയോ എന്താണ്, അതായത് നമുക്ക് ഇവിടുന്ന് എവിടെ എത്തണം, ഇവിടെ എത്തണം. സോ ഞാൻ കോസ് ഇക്വേഷൻ ഉപയോഗിക്കുകയാണ്, എക്സ് ഇസ് ഈക്വൽ ടു ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം, അതായത് സിനാരിയോ നോക്കണം. എക്സ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി. സോ ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ വന്നില്ലേ, എത്ര ഡിസ്പ്ലേസ്മെന്റ് സംഭവിച്ചത്, ആംപ്ലിറ്റ്യൂഡ് എ ഓൺലി, കറക്റ്റ് അല്ലേ? യെസ്, ആംപ്ലിറ്റ്യൂഡ് എ ഓൺലി. സോ എ ഇസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി. സോ 1 is equal to കോസ് ഒമേഗ ടി. വെയിറ്റ് ഇവിടെ എത്രയാണ് ഡിസ്പ്ലേസ്മെന്റ് സംഭവിച്ചത്, ആംപ്ലിറ്റ്യൂഡ് സി നോക്കിക്കോ, ഡിസ്പ്ലേസ്മെന്റ് 0 ആയിരിക്കൂലേ, കാരണം മീൻ പൊസിഷനിലേക്ക് എത്തിയത്. സോ ഡിസ്പ്ലേസ്മെന്റ് 0. സോ 0 is equal to a cos omega t. So omega t will be equal to pi by 2, or t will be again equal to t by 4. ഞാനിപ്പോ സൈന് വെച്ചാൽ ചെയ്തെങ്കിലോ കിട്ടുമോ നോക്കാം, കിട്ടും. ഞാനിപ്പോ സൈൻ ഫംഗ്ഷൻ വെച്ചിട്ടാണ് ഈ ചോദ്യം ചെയ്തതെങ്കിൽ എക്സ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ 2 അല്ലെ, ഇത് കൊടുക്കേണ്ടി വരത്തില്ലേ. സോ നമുക്ക് എന്താ പറയാൻ പറ്റും, എക്സ് ഈക്വൽ ടു സൈൻ, സോ 0 ആണ് എ സൈൻ ഓഫ് ഒമേഗ ടി പ്ലസ് പൈ ബൈ 2. ദാറ്റ് മീൻസ് ഒമേഗ ടി പ്ലസ് പൈ ബൈ 2. ഒമേഗ ടി പ്ലസ് പൈ ബൈ 2 is equal to 0 എപ്പോഴാവുന്നത്, 0 അല്ലേ. സോ ഒമേഗ ടി is equal to മൈനസ് പൈ ബൈ 2. നമുക്ക് മൈനസ് ടി ബൈ 4. ടി ബൈ 4 നമുക്ക് കിട്ടും. ഓക്കെ, സോ ഇവിടുന്ന് ഇവിടെ എത്താൻ എടുത്ത ടൈം ടി ബൈ 4 ആയിരിക്കും, ഇവിടുന്ന് ഇവിടത്തേക്ക് എത്താൻ എടുത്ത ടൈം ടി ബൈ 4, ഇനി ഇവിടുന്ന് ഇവിടുത്തെ എടുത്ത ടൈമും ടി ബൈ 4. ഒന്നുകൂടി ഞാൻ മോഡിഫൈ ചെയ്ത് എഴുതാണെങ്കിൽ എങ്ങനെ എഴുതാം എനിക്ക്, സി ഞാൻ മോഡിഫൈ ചെയ്ത് എഴുതാണെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാം, ഇത് ആംപ്ലിറ്റ്യൂഡ് പ്ലസ് എ, ഇത് മൈനസ് എ, ഇത് മീൻ പൊസിഷൻ, ഇതാണ് നമ്മളെ മീൻ പൊസിഷൻ. സോ ഇവിടം വരെ എത്താൻ എടുക്കുന്ന ടൈം ടി ബൈ 4. ഇനിയോ ഇവിടം വരെ എത്താൻ മൊത്തത്തിൽ ഇവിടുന്ന് സ്റ്റഡി, ഇതാണ് റെഫറൻസ് പോയിന്റ്, എത്ര ടൈം ടി ബൈ 2. ഇവിടെ എത്താൻ എടുക്കുന്ന ടൈം എത്ര വരും, 3 ടി ബൈ 4. ഇനി ഇവിടെ എത്തുമ്പോഴേക്ക് എത്രയാവും, 4 ടി ബൈ 4. ദാറ്റ് ഈസ് ടൈം പീരീഡ് ടി ഓൺലി. ഓക്കെ, ഇനി 5 ടി ബൈ 4 കഴിഞ്ഞാൽ എവിടെ കാണാം, ഇവിടെ. സിമ്പിൾ അല്ലേ, ടി പ്ലസ് ടി ബൈ 4 is 5 ടി ബൈ 4. സോ നമുക്ക് ബ്യൂട്ടിഫുള്ളി നമുക്ക് ഇതാണ് നമുക്ക് പറയാൻ പറ്റും. സോ നമ്മള് എത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടു, കറക്റ്റ് അല്ലേ? യെസ്. സോ ദിസ് ഇസ് വാട്ട് വി ഹാവ് സീൻ നൗ. ഓക്കെ, ഇനി നമുക്ക് ആക്സലറേഷൻ വെലോസിറ്റിയിലേക്ക് കടന്നൂടെ? യെസ്, കടക്കാം. സോ നമുക്ക് ആക്സലറേഷൻ വെലോസിറ്റി അതിലേക്ക് പോകാം. സോ യെസ്,
So first let me discuss acceleration. Okay. Acceleration and velocity in SHM. Acceleration and velocity in simple harmonic motion. Acceleration and velocity in simple harmonic motion. Yes, എനിക്കിങ്ങനെ റെപ്രസെന്റ് എനിക്ക് അറിയാം acceleration is equal to എന്താണ് acceleration A is equal to എന്താണ് ഇക്വേഷൻ വരുന്നത് acceleration A is equal to minus omega square x minus omega square x minus omega square x. Correct അല്ലേ? x എന്താണ് ഡിസ്പ്ലേസ്മെന്റ്, ദാറ്റ് ഈസ് a sin omega t plus 5. So ഞാൻ ഈ ഇക്വേഷൻ എന്താണ് x is equal to a sin omega t plus 5. ഞാൻ ഇക്വേഷൻ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. സോ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ dx by dt is equal to അങ്ങനെ എഴുതാൻ എനിക്ക് a sin d by dt of a sin omega t plus 5. So it comes out as dx by dt, that is velocity is equal to a omega cos of omega t plus 5. A omega cos of omega t plus 5. A omega cos of omega t plus 5. ഇതാണ് വെലോസിറ്റിയുടെ ഇക്വേഷൻ വരുന്നത്. വെലോസിറ്റിക്ക് നമുക്ക് വേറൊരു ഇക്വേഷൻ കൂടി ഉണ്ടാക്കാൻ പറ്റും. ദാറ്റ് ഈസ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ടേംസിൽ ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് a square minus x square. Velocity is equal to omega into root of a square minus x square. Okay. And acceleration in acceleration and time relation എങ്ങനെ പറയാൻ പറ്റും നമുക്ക്? We know that a is equal to minus omega square x. I can write minus omega square x എന്താണ്? a sin omega t plus 5. Correct അല്ലേ? So acceleration I can write minus omega square a minus omega sin omega t plus 5. Correct അല്ലേ? സോ എല്ലാ ഇക്വേഷൻ ഞാൻ കമ്പൈൻ ചെയ്ത് എഴുതാണെങ്കിൽ എനിക്ക് ഇത്രയും ഇക്വേഷൻ, ഒന്നാമത്തെ ഇക്വേഷൻ വരുന്നത് ഇക്വേഷൻ നമ്പർ 1 acceleration is equal to minus omega square x. Equation number 2 displacement x is equal to a sin omega t plus ഇനീഷ്യൽ ഫേസ് കൊടുക്കുന്നില്ലെങ്കിൽ ജസ്റ്റ് a sin omega t. മൂന്നാമത്തെ ഇക്വേഷൻ നമുക്ക് എന്തെഴുതാം? വെലോസിറ്റി ഇൻ ടേംസ് ഓഫ് ടൈം a omega cos omega t, a omega cos omega t, and acceleration in terms of time will be minus a omega square sin omega t, and velocity in terms of displacement omega into root of a square minus x square. കണ്ടോ? ഇതാണ് ബേസിക് ഇത്രയും ഇക്വേഷൻസ് ആണ് ഏറ്റവും ബേസിക് ആയിട്ട് വരുന്നത്. ഓക്കെ, യെസ്. സോ നമുക്ക് ഇതിലേക്ക് കടക്കാം. ആക്സിലറേഷൻ, വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ നമ്മൾ കണ്ടു. ഇവിടെ നമുക്കൊരു ബോഡി ഓസിലേറ്റ് വിത്ത് SHM അക്കോർഡിംഗ് ടു ദ ഇക്വേഷൻ ഈസ് ഗിവൺ 5 cos 2 pi t plus 5/4. ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ ഗിവൺ ആണ്. ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ ഗിവൺ ആണ് എന്താണ്? x is equal to ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ ഗിവൺ x is equal to 5 cos 2 pi t plus 5/4. Okay. At t equal to 1.5 second നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് കാണണം, വെലോസിറ്റി ഒരു സ്പീഡ് കാണണം, ആൻഡ് വി ഹാവ് ടു ഫൈൻഡ് ആക്സിലറേഷൻ ഓൾസോ. സിമ്പിൾ അല്ലേ? ആദ്യം നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കാണാം. t 1.5 സെക്കൻഡ് ആകുമ്പോൾ ഇതാണ് നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ. നമ്മുടെ കയ്യിൽ എന്തുണ്ട്? ഇക്വേഷൻ ഉണ്ടല്ലോ. സോ ഇക്വേഷൻ ഉണ്ട്, ഈസി ആയില്ലേ? സോ t equal to 1.5 second means actually 3/2 second. നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് will be x is equal to 5 cos 2 pi t is 3/2. കറക്റ്റ് അല്ലേ? 3/2 plus 5/4. ഇനി നമുക്ക് ഈ നോക്കിയാല് 2 pi into 3/2 is 3 pi.
3π plus 5/4. എത്ര 3π plus 5/4 വരുന്നത് 13π/4. So displacement will be 5 cos 13π/4. 5 cos 13π/4. ഇനി 13π/4 വരുന്നത് എത്രയെന്നറിയാവോ? വരുന്നത് ആക്ച്വലി വരുന്നത് 0.707 ആണ് വരുന്നത്. സോ ഇതിന്റെ വാല്യൂ 0.707. So displacement x is equal to 5 into 0.707. That is approximately like 3.5 meter. Correct അല്ലേ? 3.5 meter. 3.5 meter approx. ഇനി നെഗറ്റീവ് സൈൻ ആണോ പോസിറ്റീവ് സൈൻ ആണോ എന്ന് കണ്ടുപിടിക്കണം. അതെങ്ങനെ നമുക്ക് അപ്രോച്ച് ചെയ്യാം? നോക്കിക്കോ. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? ഈ ഫേസിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? ഫേസ് കോൺസ്റ്റന്റ് കിട്ടി. എത്ര? π/4. ഫേസ് കോൺസ്റ്റന്റ് കിട്ടി എത്രയാണ്? π/4. സോ ഫേസ് കോൺസ്റ്റന്റ് π/4. നമുക്ക് ടൈം ഈക്വൽ ടു 0 കൊടുക്കുക. ടൈം ഈക്വൽ ടു 0 കൊടുത്താല് എക്സ് ഇസ് ഈക്വൽ ടു എന്ത് വരും? 5 cos π/4. 5 cos π/4 അല്ലേ? സോ എക്സ് 0 ടൈം ടി ഈക്വൽ ടു 0 എക്സ് എന്താ വരുന്നത്? 5 into cos π/4. What is cos π/4? 1/√2. That is 1/√2 means actually 0.707 only. Correct അല്ലേ? 1/√2. സോ അല്ലെങ്കിൽ നമുക്ക് എന്ത് നോക്കാം? ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് എപ്പോഴാണ് 0 ആവുന്നത് നോക്കാം. ഏത് ടൈമിൽ? അങ്ങനെ നോക്കുകയാണെങ്കിൽ എനിക്ക് എന്ത് പറയാൻ പറ്റും? നമുക്ക് നെഗറ്റീവ്സിന് കൊടുക്കേണ്ടി വരും. ടൈം പീരീഡ് വരുന്നത് എന്താണ്? ആംഗുലർ ഫ്രീക്വൻസി വരുന്നത് 2π ആണല്ലേ? ആംഗുലർ ഫ്രീക്വൻസി ഒമേഗ ഈസ് 2π. കറക്റ്റ് അല്ലേ? ടൈം പീരീഡ് ടി ഈസ് ഈക്വൽ ടു 1 second. യെസ്, ടൈം പീരീഡ് ടി ഈക്വൽ ടു 1 second. സോ ദ ഡിസ്പ്ലേസ്മെന്റ് ഈസ് okay, simple. See, cos 13π/4 is minus എന്താണ്? -7 ആണ്. -0.707. സോ ഡിസ്പ്ലേസ്മെന്റ് -5 into 0.707. ഓക്കെ, രണ്ടാമത്തെ ടാസ്ക് എന്താണ്? വെലോസിറ്റി കാണണം. സോ വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ ഇതാണ് ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ. അതിന് വെലോസിറ്റി കണ്ടാൽ മതി. വെലോസിറ്റി വിൽ ബി 5 ഒമേഗ സൈൻ അല്ലേ വരിക? 5 omega sin 13π/4. ഒമേഗ എത്ര കിട്ടിയത്? സി ഇങ്ങനെ ഇക്കറ്റിലൂടെ 2πt is equal to omega. So omega is actually എന്താണ്? omega t. Omega is actually 2π. So 2π. So velocity is sin 13π/sin 13π/4 വരുന്നത് sin 13π/4 വരുന്നത് ആക്ച്വലി sin 2π വരുന്നത് 10.707 വരുന്നത്. സോ വെലോസിറ്റി വിൽ ബി 10π. കറക്റ്റ് അല്ലേ? സോ ഇക്വൽസ് 22 meter per second ആണ്. എത്ര വരുന്നത്? വെലോസിറ്റി വരുന്നത് 22 meter per second. 22 meter per second. ഇനി ആക്സിലറേഷൻ കാണാൻ പറഞ്ഞാലോ? ആക്സിലറേഷൻ ഈ സിമ്പിൾ ആണ്. ആക്സിലറേഷൻ is equal to minus omega square x. കറക്റ്റ് അല്ലേ? ആക്സിലറേഷൻ is equal to minus omega square x. So minus omega square x. Omega we know that 2π. Correct അല്ലേ? So acceleration will be minus 2π square x. കിട്ടിയത് -3.5. So acceleration കിട്ടുന്നത് 140 meter per second square. 140 meter per second square ആണ് വരുന്നത്. ഓക്കെ, യെസ്. സോ അതിന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ സർക്കുലർ മോഷൻ ആയിട്ട് കമ്പയർ ചെയ്യാനുണ്ട്. സോ നോക്കിക്കോ, നമ്മളെ വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്തായിരുന്നു? വെലോസിറ്റി we know that in terms of displacement velocity v is equal to omega into root of a square minus x square. ഞാൻ v by omega ഇങ്ങനെ എടുത്തു. സോ v by omega is equal to root of a square minus x square. ഞാൻ രണ്ട് സൈഡും സ്ക്വയർ ചെയ്തു. സോ v square by omega square is equal to a square
മൈനസ് എക്സ് സ്ക്വയർ അല്ലെ. ഇങ്ങനെ എഴുതാൻ എനിക്ക് ഇതിനെ വി സ്ക്വയർ ബൈ ഒമേഗ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ. ഇനി ഞാൻ എന്താണ് എ ഒമേഗ കൊണ്ട് താഴെ എടുത്താൽ എനിക്ക് ഇങ്ങനെ എഴുതാം ബി സ്ക്വയർ ബൈ എ ഒമേഗ അപ്പോൺ എക്സ് സ്ക്വയർ അപ്പോൺ സി. നോക്കിക്കോ, ഞാൻ എന്താ ചെയ്യുന്നത്, എനിക്ക് 1 ആക്കണം. ഒരു സൈഡിൽ എന്താക്കണം, 1 ആക്കണം. ഒരു സൈഡിൽ എനിക്ക് 1 ആക്കണം. ഡിവൈഡഡ് ബൈ എ സ്ക്വയർ എടുക്കാണ്. സോ ഇക്വേഷൻ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ എടുക്കാണ്. സോ ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ എ ഒമേഗ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 ഈസ് ഈക്വൽ ടു 1. ഇത് ആക്ച്വലി ഏത് ഫോമിലാണുള്ളത് എക്സ് സ്ക്വയർ അപ്പോൺ എ സ്ക്വയർ പ്ലസ് മോഷൻ അല്ലെ. സോ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ കമ്പയർ ചെയ്താൽ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും, കമ്പയർ ചെയ്യാണ് സർക്കുലർ മോഷൻ ആയിട്ട്. സോ ഓക്കെ, അപ്രോക്സ് കിട്ടി. സോ ഇങ്ങനെയാണെങ്കിൽ എനിക്ക് എന്താ പറയാൻ പറ്റും നോക്കി. ഇവിടെ ആക്ച്വലി എ എന്തായിരിക്കും, എ ഒമേഗ, ബി എന്തായിരിക്കും, എ അല്ലെ. ദാറ്റ് ഈസ് ഞാൻ ഈ ആക്സിൽ എക്സ് എടുക്കാണ്, ഈ ആക്സിസ് ഞാൻ വെലോസിറ്റി എടുക്കുകയാണെങ്കിൽ ഇവിടെ ആക്ച്വലി വരുന്നത് എന്താണ്, എ ആയിരിക്കും. ഇവിടെ വരുന്നതോ പ്ലസ് എ ഒമേഗ ആൻഡ് മൈനസ് ഒമേഗ, ഇവിടെയോ മൈനസ്. കണ്ട, ഇങ്ങനെ നമുക്ക് സർക്കുലർ മോഷൻ എന്ത് ചെയ്യാം, റെപ്രസെന്റ് ചെയ്യാം. കറക്റ്റ് അല്ലേ? യെസ്. Form of ellipse, like we can represent x square by a square plus y square by b square is equal to 1. Okay, yes. So NCERT-യിലും given ആണ് സർക്കുലർ മോഷൻ എങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്തതെന്ന് NCERT-യിൽ given ആണ്. ഇവിടെ യെസ് കണ്ടോ, എല്ലാ കാര്യങ്ങളും given ആണ്. വെലോസിറ്റി ഈസ് മൈനസ് എ ഒമേഗ സൈൻ ഒമേഗ ടി പ്ലസ് 5. Acceleration is minus a omega square cos omega t plus 5 or minus omega square x, minus omega square x. And so ഇന്നൊക്കെ ഇത്രയും കാര്യങ്ങൾ മതി. ബാക്കി നമുക്ക് നെക്സ്റ്റ് സെഷനിൽ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സ്റ്റോപ്പ് ചെയ്യാണ്. താങ്ക് യു.